ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കൊടിയേറുമ്പോൾ വാശിയേറിയ പോരാട്ടത്തിനുള്ള തന്ത്രങ്ങൾ മെനയുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. കേരളത്തിൽ ഇത്തവണ മത്സരച്ചൂട് കൂടുമെന്ന് ഉറപ്പാണ്. അതിനുള്ള തെളിവുകളാണ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക. ഓരോ മണ്ഡലത്തിലും അനുയോജ്യമായ ശക്തരായ സ്ഥാനാർത്ഥികളെ തന്നെയാണ് ബി.ജെ.പി കളത്തിലിറക്കിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നും ബി.ജെ.പി ലോക്സഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോൾ എല്ലാവരുടെയും കണ്ണുകളിൽ ഒരേ ഒരു പേരായിരുന്നു മലപ്പുറത്ത് നിന്നുള്ള അബ്ദുൽ സലീമിന്റേത്. ദേശീയ തലത്തിൽ തന്നെ മാധ്യമങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഈ മുൻ വൈസ് ചാൻസലറുടെ പേര് ചർച്ച ചെയ്യുകയാണ്. 195 ലോക്സഭാ സീറ്റുകളിലുള്ള ബി.ജെ.പി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചപ്പോൾ അതിലെ ഒരേ ഒരു മുസ്ലിം മുഖമാണ് അബ്ദുൽ സലാം. ആരാണ് അബ്ദുൽ സലാം? 2011 മുതൽ 2015 വരെ കാലിക്കറ്റ് സർവകലാശാലയുടെ വൈസ് ചാൻസലറായി സേവനമനുഷ്ഠിച്ച മലപ്പുറം തിരൂർ സ്വദേശിയായ അബ്ദുൽ സലാമിന് ശ്രദ്ധേയമായ അക്കാദമിക് പ്രൊഫഷണൽ പശ്ചാത്തലമാണുള്ളത്. 2018 വരെയായി അദ്ദേഹം 153 ഗവേഷണ പ്രബന്ധങ്ങളും 15 അവലോകന ലേഖനങ്ങളും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം 13 പുസ്തകങ്ങളും രചിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ സമൂഹ മാധ്യമ പ്രൊഫൈൽ പരിശോധിക്കുകയാണെങ്കിൽ അദ്ദേഹം ജീവശാസ്ത്രത്തിൽ നൽകിയ സംഭാവനകൾ വളരെ വലുതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ബി.ജെ.പിയുടെ സൗമ്യമുഖമുള്ള മുസ്ലിം മുഖം എന്ന നിലയിൽ അബ്ദുൽ സലാമിന്റെ സ്ഥാനാർത്ഥിത്വം കേരളത്തിൽ മുസ്ലിം സമുദായത്തിൽ സ്വീകാര്യതയുണ്ടാക്കാൻ ബി.ജെ.പിക്ക് ഏറെ ഗുണം ചെയ്യുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. 2019 ബി.ജെ.പിയിൽ ചേർന്ന ശേഷം 2021 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ നിന്ന് അദ്ദേഹം മത്സരിച്ചു. മലപ്പുറം മുസ്ലിം ലീഗിന്റെ കോട്ടയായി പറഞ്ഞു കേൾക്കുന്ന മണ്ഡലമാണ്. ഇക്കുറി ഇ.ടി. മുഹമ്മദ് ബഷീർ പൊന്നാനി വിട്ട് മലപ്പുറത്ത് മത്സരിക്കുമെന്ന് റിപ്പോർട്ടുകളും വന്നിട്ടുണ്ട്. 2019 പി.കെ. കുഞ്ഞാലിക്കുട്ടി 1,14,615 വോട്ടുകൾക്ക് ജയിച്ച മണ്ഡലമാണ് മലപ്പുറം. ഇവിടെ 2014 2019 ഇടത് സ്ഥാനാർത്ഥിയായി മത്സരിച്ചത് വി.പി. സാനുവാണ്. എന്തായാലും ഇത്തവണ മലപ്പുറത്ത് മത്സര ചൂടേറും. ബി.ജെ.പി ഇത്തവണ രണ്ടും കൽപ്പിച്ചാണ് തിരഞ്ഞെടുപ്പിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇത്തവണ മോദി ഗ്യാരണ്ടിയിൽ നിന്നും എം.പിമാർ ഉണ്ടാകുമെന്നാണ് കണക്കുകളും സൂചിപ്പിക്കുന്നത്. ഇനി ജനവിധി നമ്മൾ കാത്തിരുന്നു തന്നെ അറിയണം. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.